ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മളൊരു യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങും അതുപോലെ തന്നെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്നതുമാണ് കാണിക്കുന്നത്. ഇവിടെ നമ്മൾ കോട്ടിനുള്ള തുണി രണ്ടായിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തിട്ടേക്കുവാണ്. ആ രണ്ട് പീസ് വരുന്നത് നമ്മുടെ നേർക്കാണ് ഇട്ടേക്കുന്നത്. അതുപോലെ ഇവിടെ രണ്ട് പീസാണ് വരുന്നത്. ഇവിടെ ഫോൾഡ് വശമാണ് വരുന്നത്. ആദ്യം നമ്മൾ ഫ്രണ്ട് പീസാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റായിട്ട് രണ്ടായിട്ടൊന്ന് മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. നമ്മൾ ഇതിനു മുമ്പേ യൂണിഫോം കോട്ടിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഡീറ്റെയിൽഡ് വീഡിയോ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ മുകളിൽ കൊടുത്തേക്കാം. അത് ക്ലിക്ക് ചെയ്യുവാണെങ്കിൽ നേരെ വീഡിയോയിലേക്ക് പോകുന്നതാണ്. ഇവിടെ ഇപ്പം നമ്മൾ ഇങ്ങനെ രണ്ടായിട്ട് മടക്കി ഇട്ടേക്കുവാണ്. ആ രണ്ട് പീസ് വരുന്നത് നമ്മുടെ നേർക്കാണ് ഇട്ടേക്കുന്നത്. കറക്റ്റ് ഒരുപോലെ മടക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇവിടെ ഒരുപോലെ വരണം രണ്ട് പീസിൻ്റെയും എൻഡ് ഭാഗം. നമ്മളിവിടെ ചുളിവൊന്നുമില്ലാതെ കൈകൊണ്ട് ഇതുപോലെ ഒന്ന് എല്ലായിടും ചുളിവൊന്നും ഇല്ലാതെ ആക്കി എടുക്കുന്നുണ്ട്. ഇനി മുകളിലായിട്ട് നമുക്ക് ലെവലാക്കി ഒരു ലൈൻ വരച്ചു കൊടുക്കാം. ഏറ്റക്കുറച്ചിലുണ്ടെങ്കിൽ ഇങ്ങനെ ലെവലാക്കി വരച്ചതിന് ശേഷം വേണം നമ്മൾ ലെങ്ത് എല്ലാം മാർക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ആ ലൈനിൽ നിന്നും എത്രയാണോ കോട്ടിന് വേണ്ടുന്ന ലെങ്ത് അത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഈ ലൈനിൽ നിന്നുമാണ് നമ്മൾ കോട്ടിന് വേണ്ടുന്ന ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ കോട്ടിന് വേണ്ടുന്ന ലെങ്ത് 22 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ നമ്മൾ 1.5 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ടും കൂടെ ചേർത്ത് 23.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഷോൾഡർ സ്റ്റിച്ച് ചെയ്യാൻ 1/2 ഇഞ്ചും താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാൻ 1 ഇഞ്ച്, അതാണ് നമ്മൾ 1.5 ഇഞ്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെ 23 ഇഞ്ച് നമ്മൾ ഒന്ന് മാർക്ക് ചെയ്ത് 23.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഇനി ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് നമ്മൾ അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. നമുക്ക് കോട്ടിന് ആവശ്യമായിട്ടുള്ള ലെങ്ത് നമ്മളിപ്പോൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഓപ്പൺ സൈഡിൻ്റെ അവിടെ നിന്നും ഒരു 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യുന്നതിനായിട്ടാണ് നമ്മൾ ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അങ്ങ് താഴെ വരെ നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടെ വരെയും ഈ 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. പിന്നീട് ആ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് അവിടെ നമ്മളൊരു ലൈൻ വരച്ചെടുക്കുവാണ് ഇതുപോലെ. ഇത് നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് ഈ 5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുള്ളത്. ഇനി നമ്മൾ ഈ 5 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് ഇതുപോലെ കറക്റ്റ് ആ ലൈനിൻ്റെ അവിടെയായിട്ട് ഫോൾഡ് ചെയ്ത് ഇതുപോലെ ഇട്ടെടുക്കണം. നമ്മളിപ്പോൾ ഫ്രണ്ട് പീസാണ് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നത്. കറക്റ്റാക്കി ആ ഫോൾഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ആ 5 ഇഞ്ച് ഉള്ളിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്തെടുത്തു. ഇനി നമുക്ക് 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ബട്ടനും ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യുന്നതിനാണ് ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അതും നമ്മൾ ലെങ്ത് മാർക്ക് ചെയ്ത് അവിടം വരെയും ഈ 1 ഇഞ്ചൊന്ന് മാർക്ക് ചെയ്തെടുക്കാം. അതിനുശേഷം ആ പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് അവിടെയും നമ്മളൊരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമുക്ക് ഷോൾഡറും ചെസ്റ്റും എല്ലാം മാർക്ക് ചെയ്യണം. ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷം ആ ലൈനിൻ്റെ അവിടെ നിന്നുമാണ് നമ്മൾ ഷോൾഡറും ചെസ്റ്റും എല്ലാം മാർക്ക് ചെയ്യുന്നത്. ഇവിടെ ഫുൾ ഷോൾഡർ 14 ഇഞ്ചാണ്. അതിൻ്റെ പകുതി 7 ഇഞ്ച് വരും. ഇവിടെ ഫുൾ ഷോൾഡർ 14 ഇഞ്ചാണ്. നമ്മളതിൻ്റെ പകുതി ഇതുപോലെ ടേപ്പ് ഒന്ന് മടക്കി നോക്കുമ്പോഴത്തേക്ക് 7 ഇഞ്ച്. അതിൻ്റെ കൂടെ നമ്മളൊരു 1/4 ഇഞ്ചും കൂടെ ആഡ് ചെയ്താണ് ഷോൾഡർ മാർക്ക് ചെയ്യുന്ന. ആ 1 ഇഞ്ച് വിട്ടതിന് ശേഷം 7.25 ഇഞ്ച് മാർക്ക് ചെയ്തു. പിന്നീട് ആ 7.25 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ ആം ഹോളിൻ്റെ ലെങ്തും 7.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ഇവിടുത്തെ വീതി തന്നെ ഇവിടെയും കിട്ടാനായിട്ട് 7.25 ഇഞ്ച് ഇവിടെ ഒന്ന് മാർക്ക് ചെയ്തു. ഇങ്ങോട്ട് നീക്കി ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അവിടെ ഒരു എൽ ഷേപ്പിൽ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇതുപോലെ. ഇവിടെയാണ് നമ്മൾ ചെസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ബോഡിയിൽ നിന്ന് എത്രയാണോ ചെസ്റ്റ് റൗണ്ട് എടുത്തത് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ആദ്യം മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നീട് 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. ആദ്യം ഞാനിവിടെ
8.25 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് 8.25 ഇഞ്ച്, പിന്നെ 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. എത്രയാണോ ആം ഹോൾ ലെങ്തിൻ്റെ പകുതി മാർക്ക് ചെയ്ത് ഈ 2 പോയിന്റ് വരുന്ന രീതിയിൽ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത് നമുക്ക് ആം ഹോൾ കർവ് വരച്ചു കൊടുക്കാം. ഇതുപോലെ ഫ്രഞ്ച് കർവ് വെച്ച് കൊടുത്ത് നമ്മളൊരു ആം ഹോൾ കർവ് വരച്ചു കൊടുക്കണം. ഫ്രഞ്ച് കർവ് ഇല്ലാത്തവർ കൈ കൊണ്ട് വരച്ചാലും മതി. ഇനി നമുക്ക് വേസ്റ്റ് ലെങ്ത് ആണ് അടുത്തായിട്ട് മാർക്ക് ചെയ്ത് കൊടുക്കേണ്ടത്. വേസ്റ്റ് ലെങ്ത് 13.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 14 ഇഞ്ച് നമ്മൾ വേസ്റ്റ് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കണം. എത്രയാണോ വേസ്റ്റ് റൗണ്ട് അതിൻ്റെ 4/1 കണ്ട് അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസും കൂടെ ആഡ് ചെയ്ത് ഞാനിവിടെ 7.5 ഇഞ്ച് മാർക്ക് ചെയ്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഹിപ്പ് ലെങ്ത്, സ്ലിറ്റ് വരുന്ന ഭാഗത്ത് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്ത് കൊടുക്കാനായിട്ട് ഞാനിവിടെ ഒരു 19 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 19.5 ഇഞ്ച് ലെങ്ത് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ് ഹിപ്പ് റൗണ്ട് മാർക്ക് ചെയ്യാനുള്ളടുത്ത്. പിന്നീട് അവിടെ ഹിപ്പ് റൗണ്ടിൻ്റെ 4/1 1 ഇഞ്ച് ലൂസും കൂടെ ചേർത്ത് 8.25 ഇഞ്ച് ആദ്യം ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. 1 ഇഞ്ച് തയ്യൽ തുമ്പിനായിട്ട് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്ത പോയിന്റ് എല്ലാം കൂടെ ചേർത്ത് ലൈൻ വരച്ചെടുക്കാം. ആദ്യത്തെ പോയിന്റുകൾ ചേർത്ത് ചെസ്റ്റിൻ്റെ അവിടെ നിന്ന് വേസ്റ്റിൻ്റെ അവിടേക്കും, വേസ്റ്റിൻ്റെ അവിടെ നിന്ന് ഹിപ്പിൻ്റെ അവിടേക്കും ഇതുപോലെ വരച്ചു. ഇത് സ്റ്റിച്ച് ചെയ്യാനുള്ള പോയിന്റുകളാണ്. ഇനി തയ്യൽ തുമ്പിനായിട്ട് 1 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ വരച്ചെടുക്കാം. പിന്നീട് ആ ഹിപ്പിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഇതുപോലെ ഒന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഞാൻ വരച്ചു കൊടുക്കുവാണ് സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് നെക്ക് വിഡ്ത്തും നെക്ക് ലെങ്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ നെക്ക് വിഡ്ത്ത് ഈ 1 ഇഞ്ച് വിട്ടതിന് ശേഷം നെക്ക് വിഡ്ത്ത് 3 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. ഫ്രണ്ട് നെക്ക് ലെങ്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് ആ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ച് വിട്ടതിന് ശേഷമാണ് നെക്ക് വിഡ്ത്തും എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കുക. അവിടെ പിന്നെ ഒരു സ്ക്വയർ പോലെ ഇങ്ങനെ വരച്ചെടുത്ത് ഇനി ഇവിടെ നിന്ന് ചരിച്ച് ഇതുപോലെ ഒരു വി ഷേപ്പ് ഞാൻ വരച്ചെടുക്കുവാണ്. പിന്നീട് ആ വി ഷേപ്പിൻ്റെ എത്ര ഉണ്ടോ നോക്കുക, അതിൻ്റെ പകുതി ഒന്ന് മാർക്ക് ചെയ്തു 1/2 ഇഞ്ച് വെളിയിലേക്കൊന്ന് പോയിന്റ് ഇട്ടു. പിന്നീട് ഈ ഒരു കർവ് ഷേപ്പിൽ മാർക്ക് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഷോൾഡർ സ്ലോപ്പ് കൊടുക്കണം. 1 ഇഞ്ചാണ് ഞാനിവിടെ ഷോൾഡർ സ്ലോപ്പ് കൊടുക്കുന്നത്. ആ നെക്ക് വിഡ്ത്ത് മാർക്ക് ചെയ്ത് അവിടെ നിന്നും ആ 1 ഇഞ്ചിലേക്ക് ചരിച്ചിതുപോലെ ലൈൻ വരച്ചെടുത്തു. ഇനി നമുക്ക് ഈ മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കാം. നമ്മൾ കറക്റ്റ് മാർക്ക് ചെയ്തതിലൂടെ കട്ട് ചെയ്തെടുക്കുവാണ്. സ്ലിറ്റിൻ്റെ ഭാഗം അറിയാനായിട്ട് നമ്മളിവിടെ ഒരു നോച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ബാക്ക് പീസ് കട്ട് ചെയ്തതിന് ശേഷം ഈ ഫ്രണ്ട് പീസിൽ ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കുകയും കൂടെ ചെയ്യണം. ഇവിടെ നമ്മൾ ഫ്രണ്ട് പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പീസ് കട്ട് ചെയ്യാനായിട്ട് ഈ ബാലൻസ് വന്നിട്ടുള്ള പീസിൽ നിന്ന് നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇപ്പോൾ ഈ ഫോൾഡ് വശം നമ്മുടെ നേർക്കിട്ടെടുത്തിട്ടുണ്ട് തിരിച്ച്. ഇവിടെ ഇപ്പോൾ ഫോൾഡ് വശമാണ്, ഓപ്പൺ സൈഡ് ഓപ്പോസിറ്റ് വശത്താണ്. നമ്മൾ ആ കട്ട് ചെയ്തതിൻ്റെ നേരെ ഓപ്പോസിറ്റ് വശത്തെ പീസ് ഇങ്ങനെ തിരിച്ചിങ്ങോട്ടിട്ട് നമുക്ക് കറക്റ്റ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം. തുണി തികയുമോ എന്നൊന്ന് നോക്കിയതിന് ശേഷം വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. നമ്മൾ 1 ഇഞ്ച് എല്ലാം വിട്ടതിന് ശേഷം നമുക്ക് ഇവിടെ പീസ് തികയും. ആദ്യം നമുക്ക് മുകളിലൊന്ന് ലെവലാക്കി ഒരു ലൈൻ വരച്ചു കൊടുക്കണം. അതിനുശേഷം ആ ലൈനിൻ്റെ അവിടെ നിന്നും താഴേക്ക് ഒരു 2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് ആ പോയിന്റുകൾ ചേർത്ത് നമ്മളിവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. ഇനി നമ്മൾ ഈ 2 ഇഞ്ചിൽ വേണം നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ ആ കറക്റ്റ് ഷോൾഡറിൻ്റെ ആ ഭാഗം കൊണ്ടുവന്ന് വെക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ബട്ടൺ ഹോളും സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ചിൻ്റെ ആ ലൈനിൻ്റെ അവിടെ ആ ഫോൾഡ് വശം വരുന്ന രീതിയിൽ കറക്റ്റായിട്ട് ഇതുപോലെ ഇട്ടെടുക്കണം.
കണ്ടില്ലേ, ഇവിടെ കറക്റ്റ് ആ ഫോൾഡ് വശം 1 ഇഞ്ച് ലൈൻ വരച്ചല്ലോ, അവിടെ ആയിട്ട് വരണം. ഇനി നമുക്ക് ഈ 2 ഇഞ്ചിൻ്റെ സെൻറ്റർ ഭാഗത്ത് 1 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. 2 ഇഞ്ചിൻ്റെ പകുതി ആയ 1 ഇഞ്ചിൽ നമ്മളെല്ലാം ഒന്ന് മാർക്ക് ചെയ്തെടുത്തു. അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. പിന്നീട് നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കണം. നമ്മൾ എത്രയാണോ ഫ്രണ്ട് പീസിൽ ഷോൾഡർ മാർക്ക് ചെയ്ത് അത് തന്നെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. അവിടെ നിന്നും താഴേക്ക് നമ്മൾ ആ ഷോൾഡറിൻ്റെ അവിടേക്ക് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നെക്ക് വിഡ്ത്തും മാർക്ക് ചെയ്ത് കൊടുക്കുവാണ്. പിന്നീട് നമ്മൾ ബാക്ക് നെക്ക് ലെങ്ത് 1.5 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. ഇവിടെ ഇപ്പോൾ 1 ഇഞ്ചിൻ്റെ അവിടെ ലൈൻ വരച്ചിട്ടുണ്ട്. 1.5 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു സ്ക്വയർ പോലെ വരച്ച് അവിടെ നമ്മളൊരു റൗണ്ട് നെക്ക് ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട്. പിന്നീട് ഈ നെക്ക് വിഡ്ത്തിൻ്റെ അവിടെ നിന്ന് നമ്മൾ ഷോൾഡർ സ്ലോപ്പ് 1 ഇഞ്ച് മാർക്ക് ചെയ്തതിന് ശേഷം അവിടേക്ക് ചരിച്ചൊരു ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഇനി നമുക്ക് ബാക്കിയുള്ള ഭാഗമെല്ലാം കറക്റ്റ് ആ ഫ്രണ്ട് പീസിൻ്റെ അളവിൽ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ നെക്കിൻ്റെ അവിടെയും ഷോൾഡറിൻ്റെ അവിടെയെല്ലാം കട്ട് ചെയ്തതിന് ശേഷം ആം റൗണ്ടിൻ്റെ അവിടെ നിന്നും ബാക്കി വേസ്റ്റും ചെസ്റ്റ് റൗണ്ടും ഹിപ്പും എല്ലാം കറക്റ്റ് ആ അളവിൽ കട്ട് ചെയ്തെടുക്കാം. നമ്മുടെ ചാനൽ യൂണിഫോം കോട്ടിൻ്റെ ഇതിന് മുമ്പേ വീഡിയോ കട്ടിങ് സ്റ്റിച്ചിങ് ഡീറ്റെയിൽഡ് വീഡിയോ ഇട്ടിട്ടുണ്ട്. ഇവിടെ പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യുന്ന മാത്രമാണ് കാണിക്കുന്നത്. ഫുൾ സ്റ്റിച്ചിങ്ങും കാണണമെങ്കിൽ ആ വീഡിയോ കണ്ടു നോക്കുക. അതുപോലെ തന്നെ യൂണിഫോം പാൻറ്റിൻ്റെയും യൂണിഫോം എയർലൈൻ ടോപ്പിൻ്റെയും യൂണിഫോം ഷർട്ടിൻ്റെ എല്ലാം കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. അങ്ങനെ നമ്മളിവിടെ ബാക്ക് പീസും കട്ട് ചെയ്തെടുത്തു. ഇത് ബാക്ക് പീസാണ്. ഇനി ഇത് മാറ്റി വെച്ചതിന് ശേഷം ഫ്രണ്ട് ആം ഹോൾ ഒന്ന് കുഴിച്ച് കട്ട് ചെയ്തെടുക്കണം. ഒന്ന് 1/2 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് കുഴിച്ച് മാർക്ക് ചെയ്തതിന് ശേഷം അതിലൂടെ കട്ട് ചെയ്ത് മാറ്റുവാണ്. അങ്ങനെ നമ്മുടെ കട്ടിങ് എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഫ്രണ്ട് പീസും ബാക്ക് പീസും എല്ലാം കട്ട് ചെയ്തു. നെക്കും ആം ഹോളും എല്ലാം നമ്മൾ ക്രോസ് പീസ് വെച്ചൊക്കെയാണ്, ബാക്ക് നെക്കും ആം ഹോളും എല്ലാം ക്രോസ് പീസ് വെച്ചാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. അതെല്ലാം ഞാൻ ഇതിനു മുമ്പേ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചീത്ത വശമാണ്. 2 പീസ് വരുമല്ലോ ഫ്രണ്ടിൽ, ബട്ടൺ ഹോളും വരുന്നത്. അതിൽ ഒരു പീസ് ഞാനിപ്പോൾ എടുത്തിട്ടുണ്ട്. ബട്ടൺ വരുന്ന പീസ് ഞാനിപ്പോൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അതിലാണ് ഞാൻ പോക്കറ്റ് വെച്ച് കൊടുക്കുന്നത്. അതിൻ്റെ നല്ല വശം മുകളിലാക്കി ഇട്ടെടുത്തിട്ടുണ്ട്. ഇതിപ്പം നല്ല വശമാണ് മുകളിലായിട്ട് വരുന്നത്. നമുക്ക് പോക്കറ്റ് സ്റ്റിച്ച് ചെയ്യാനുള്ള ഒരു പീസും കൂടെ എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് 5 ഇഞ്ചാണ്. 5 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ കൂടെ നമ്മൾ തയ്യൽ തുമ്പ് 2 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് 7 ഇഞ്ച് വീതിയിലുള്ള പീസാണ് നമ്മളിവിടെ എടുത്തേക്കുന്നത്. വലിയവർക്ക് 5 ഇഞ്ച് വേണം. പിന്നെ കുട്ടികളാണെങ്കിൽ ഒരു 4-4.5 ഒക്കെ മതി. അതിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ, 5 ഇഞ്ചിൻ്റെ കൂടെ 2 ഇഞ്ചും കൂടെ. നിങ്ങൾ 4 ഇഞ്ചാണെങ്കിൽ അതിൻ്റെ കൂടെ 2 ഇഞ്ച്. പിന്നെ ലെങ്ത് വന്നിട്ട് ഒരു 13 ഇഞ്ചാണ് എടുത്തേക്കുന്നത്. ഇനി നമുക്ക് ഈ പീസിൽ ഇവിടെ എവിടെയാണ് ആ പീസ് വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് നമുക്ക് ആ പീസിൽ കുറച്ച് മാർക്ക് ചെയ്യാനുണ്ട്. ഈ പീസിലേക്ക് കുറച്ച് അളവുകളൊന്ന് മാർക്ക് ചെയ്യണം. ഈ പീസിൻ്റെ വീതി വന്നിട്ട് 7 ഇഞ്ചും ലെങ്ത് വന്നിട്ട് 13 ഇഞ്ചുമാണ്. ഈ ഇവിടെയായിട്ട് നമ്മൾ 2 ഇഞ്ചൊന്ന് താഴ്ത്തി ഒന്ന് മാർക്ക് ചെയ്തെടുക്കുവാണ്. പിന്നെ അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുവാണ്. പിന്നെ ആ ലൈനിൻ്റെ താഴെയായിട്ട് നമുക്ക് 1/2 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ 2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചു. ഇനി അതിൻ്റെ താഴെയായിട്ട് ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കണം. 1/2 ഇഞ്ച് മാർക്ക് ചെയ്തെടുത്തു. പിന്നീട് ഇനി നമ്മൾ
ഇവിടെ രണ്ടറ്റത്തേക്കും തയ്യൽ തുമ്പിനായിട്ടാണ് 2 ഇഞ്ച് 5 ഇഞ്ചാണ് വേണ്ടത് നമുക്ക് പോക്കറ്റിന് കൈ ഉള്ളിലേക്ക് കയറാനായിട്ട്. ഇവിടെ 1 ഇഞ്ച് മാർക്ക് ചെയ്തു, ഇവിടെ 1 ഇഞ്ച്, നമ്മൾ 5 ഇഞ്ചാണല്ലോ ഉണ്ട്. 1 ഇഞ്ച് മാർക്ക് ചെയ്ത് കഴിയുമ്പോൾ ബാലൻസ് ഇവിടെ 5 ഇഞ്ച് കിട്ടും. ഇവിടെ നമുക്ക് പോക്കറ്റിന് ഓപ്പൺ വേണ്ടത് 5 ഇഞ്ചാണ്. ഇനി നമുക്ക് ആ ബോക്സ് കറക്റ്റ് ഈ പീസിലേക്ക് വെച്ച് കൊടുക്കണം. ഇത് ചീത്തവശം, ഇതിൻ്റെ നല്ല വശത്തേക്ക് ഈ പീസ് വെച്ച് കൊടുത്ത് സ്റ്റിച്ച് ചെയ്തതിന് ശേഷം ഇത് ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി ആ പീസ് ഫ്രണ്ട് പീസിൽ എവിടെയാണ് വെച്ച് കൊടുക്കേണ്ടതെന്ന് നോക്കാം. ഇവിടെയാണ് സ്ലിറ്റിൻ്റെ ഭാഗം വരുന്നത്. ഇവിടെ നമ്മൾ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനായിട്ട് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തല്ലോ, അത് ആദ്യം ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് കറക്റ്റായിട്ട് വെച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ഇപ്പോൾ ഇവിടെ ബട്ടൺസ് വെക്കുന്ന വശമാണ് ഇത് വന്നിട്ടുള്ളത്. ഇവിടെ നമ്മൾ ആ 5 ഇഞ്ച് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ചേക്കുവാണ്. അവിടെ നമ്മൾ താഴ്വശത്തു നിന്നും മുകളിലേക്ക് ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കണം. പിന്നെ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ചും കൂടെ ചേർത്ത് 6 ഇഞ്ച് നമ്മൾ മുകളിലേക്കൊന്ന് മാർക്ക് ചെയ്തു. പിന്നീട് ഇവിടെ ബട്ടൺസ് വരും, അവിടെ നിന്ന് നമ്മളൊരു 2.5 ഇഞ്ച് നീക്കി ഒരു മാർക്കിങ് കൊടുത്തു. താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ചും അവിടെ നിന്ന് 2.5 ഇഞ്ച് നീക്കി, പിന്നീട് 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. നമ്മൾ 5 ഇഞ്ച് പോക്കറ്റിൻ്റെ ഓപ്പൺ ആണ് മാർക്ക് ചെയ്തത്. ഇപ്പം ഇവിടെ നിന്ന് മുകളിലേക്ക് 6 ഇഞ്ചും 5 ഇഞ്ചാണ് നമ്മൾ താഴ്വശം മടക്കി സ്റ്റിച്ച് ചെയ്യാനുള്ള 1 ഇഞ്ചും കൂടെ ചേർത്ത് 6 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ മാർക്ക് ചെയ്ത് അവിടെ നിന്ന് നീക്കി 2.5 ഇഞ്ച് മാർക്ക് ചെയ്തു. ആ പോയിന്റിൽ നിന്ന് നീക്കി ഒരു 5 ഇഞ്ച് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു. കറക്റ്റ് ആ ലൈനിലായിട്ട് വരണം നമ്മുടെ ഈ ബോക്സിൻ്റെ സെൻറ്റർ ഭാഗം. അവിടെ നമ്മൾ സെൻറ്റർ ഭാഗം അറിയാനായിട്ടൊരു ലൈൻ വരച്ചു കൊടുക്കുവാണ്. ഈ സെൻറ്റർ ഭാഗത്തെ ലൈനും ഈ ലൈനും കറക്റ്റ് ഒരുപോലെ വരുന്ന രീതിയിൽ ഇങ്ങനെ പിൻ ചെയ്ത് കൊടുക്കണം. രണ്ടും ഒരുപോലെ വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കണം. ഞാനിവിടെ നിന്ന് പിൻ ചെയ്തെടുക്കുവാണ്. എനിക്ക് മനസ്സിലായെന്ന് അറിയത്തില്ല, ഒന്നുകൂടെ ഞാൻ അടുത്ത് വെച്ച് കാണിച്ചു തരുവാണ്. ഇതിപ്പം നമ്മൾ ആ നെക്ക് ഫിനിഷ് ചെയ്ത് സ്റ്റിച്ച് ചെയ്യാനുള്ള 5 ഇഞ്ച് ഉള്ളിലേക്കൊന്ന് ഫോൾഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സ്റ്റിച്ച് ചെയ്യുമ്പോൾ അത് നിവർത്തി വെച്ചിട്ട് വേണം സ്റ്റിച്ച് ചെയ്യാനായിട്ട്. ഇപ്പം നമ്മൾ മാർക്ക് ചെയ്യാൻ വേണ്ടി ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. അതിനുശേഷം താഴ്വശത്ത് നിന്ന് മുകളിലേക്ക് ഒരു 6 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തു. ഉണ്ടല്ലോ, ഇവിടെ നിന്നും മുകളിലേക്ക് ഒരു 6 ഇഞ്ച് മാർക്ക് ചെയ്തു. അവിടെ നിന്ന് നീക്കി 2.5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. ആ 2.5 ഇഞ്ച് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് നീക്കി ഒരു 5 ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്തു. എന്നിട്ട് അവിടെ ഒരു ലൈൻ വരച്ചെടുത്തു ആ പോയിന്റുകൾ ചേർത്ത്. കറക്റ്റ് ആ ലൈനിലേക്ക് വേണം ഈ ബോക്സിൻ്റെ സെൻറ്റർ ഭാഗം വരാനായിട്ട്. അവിടെ നമ്മൾ സെൻറ്റർ ഭാഗം ഒന്ന് മാർക്ക് ചെയ്തു. കറക്റ്റ് ആ സെൻറ്റർ ഭാഗത്ത് ഈ ലൈനിൻ്റെ ആ പോയിന്റ് വരാനായിട്ട് കറക്റ്റായിട്ട് വെച്ച് കൊടുത്ത് നമുക്കൊന്ന് പിൻ ചെയ്തെടുക്കണം. അതിനുശേഷം ആ ബോക്സ് രീതിയിൽ കറക്റ്റ് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ചിട്ട് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇവിടെയും സ്റ്റിച്ച് ചെയ്ത് ഇവിടെ ആ ബോക്സിൻ്റെ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇത് സ്റ്റിച്ച് ചെയ്യുമ്പോൾ നമ്മൾ ആ 5 ഇഞ്ച് ഫോൾഡ് ചെയ്ത പീസ് നിവർത്തി ഇട്ടതിന് ശേഷം വേണം സ്റ്റിച്ച് ചെയ്തെടുക്കാനായിട്ട്. ഞാനിവിടെ സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തുടക്കത്തിൽ കെട്ടിട്ട് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങി. പിന്നീട് നമ്മൾ സൂചി കുത്തി നിർത്തി ഇങ്ങോട്ട് തിരിച്ച് ഇതുപോലെ ആ ബോക്സ് ഷേപ്പിൽ കറക്റ്റ് ആ ബോക്സ് ഷേപ്പിൽ നമ്മളൊന്ന് സ്റ്റിച്ചിട്ടെടുക്കുവാണ് ഇവിടെ ചെയ്യുന്നത്. ഇതിപ്പം നമ്മൾ നല്ല വശത്ത് വെച്ചാണ് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അങ്ങനെ നമ്മളിവിടെ പീസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. കറക്റ്റ് ആ ഷേപ്പിൽ നമ്മൾ മാർക്ക് ചെയ്ത ആ പോയിന്റിലൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തു. ഇനി നമുക്ക് ഇവിടെ എക്സ്ട്രാ നിൽക്കുന്ന നൂലെല്ലാം കട്ട് ചെയ്ത് മാറ്റുകയാണ്. ഇനി നമുക്കിവിടെ ഈ പീസിൻ്റെ സെൻറ്റർ ഭാഗത്ത് കട്ടിങ് ഇട്ട് കൊടുക്കണം. അതിനായിട്ട് നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്തതിൻ്റെ സെൻറ്റർ ഭാഗത്ത് നിന്ന് ഒരു 1/2 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്തു ഇവിടെ. അതുപോലെ തന്നെ അപ്പുറത്ത് വശത്തും 1/2 ഇഞ്ച് നീക്കി ഒന്ന് മാർക്ക് ചെയ്തു. പിന്നീട് ആ പോയിന്റുകൾ ചേർത്ത് അവിടെ ഒരു ലൈൻ വരച്ചെടുക്കുക.
നമ്മൾ 1/2 ഇഞ്ച് നീക്കി മാർക്ക് ചെയ്തല്ലോ, ആ പോയിന്റുകൾ ചേർത്ത് ഇതുപോലെ ഒരു ലൈൻ വരച്ചെടുക്കുക. പിന്നീട് ആ പോയിന്റിൽ നിന്നും നമ്മൾ 2 സൈഡിലേക്കും വി ഷേപ്പിലൊന്ന് മാർക്ക് ചെയ്തെടുക്കുക. ആ സ്റ്റിച്ചിൽ അവിടേക്ക് ഇതുപോലെ 2 എൻഡ് ഭാഗത്ത് വി ഷേപ്പിൽ. ഇനി നമുക്ക് ഈ ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇവിടെ വി ഷേപ്പിൽ കട്ട് ചെയ്യുമ്പോൾ സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം നമ്മൾ കട്ട് ചെയ്യാനായിട്ട്. 2 പീസും കൂടി ചേർത്ത് വെച്ച് വേണം നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. അതിനായിട്ട് ഇതുപോലെ സെൻറ്റർ ഭാഗം ഇതുപോലെ പിടിച്ചതിന് ശേഷം ആദ്യം കുറച്ചൊന്ന് കട്ട് ചെയ്തതിന് ശേഷം നിവർത്തിയിട്ട് കട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് നിവർത്തിയിട്ടതിന് ശേഷം ആ കറക്റ്റ് മാർക്കിങ്ങിലൂടെ ഇപ്പോൾ ഇവിടെ ഒരു ഓപ്പൺ ആയിട്ടുണ്ടല്ലോ, അതുവഴി കത്രിക ഉള്ളിലേക്ക് കയറ്റി നമുക്ക് ബാലൻസ് ഉള്ളത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്യാം. ആ 1/2 ഇഞ്ച് വീതി പോയിന്റ് ഇട്ടെടുത്ത് വരുമ്പോൾ നമ്മൾ ആ വി ഷേപ്പിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. സ്റ്റിച്ചിൽ കൊള്ളാതെ വേണം കട്ട് ചെയ്ത് കൊടുക്കാനായിട്ട്. ഇതുപോലെ തന്നെ അപ്പുറത്തെ വശത്ത് നമ്മൾ തിരിച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണം. ഇവിടെ കണ്ടില്ലേ ഒരു വി ഷേപ്പ് എൻ്റെ ആ കോർണർ ഭാഗത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഉള്ളിലേക്ക് മറിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ 2 കോർണർ ഭാഗത്ത് ഇതുപോലെ വി ഷേപ്പിൽ കട്ടിങ് വന്നിട്ടുണ്ട്, ഉണ്ടല്ലേ. ഇനി നമുക്ക് ഈ ക്ലോത്ത് ഉള്ളിലേക്കൊന്ന് മറിച്ചിട്ടെടുക്കണം. ഇപ്പോൾ ഇത് നല്ല വശത്താണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വെച്ചേക്കുന്നത്. ഇനി ഇത് ഈ പീസ് ഉള്ളിലേക്ക് ആ കട്ട് ചെയ്തതിലൂടെ ഓപ്പണിൻ്റെ ഭാഗത്തൂടെ ഉള്ളിലേക്ക് ഇതുപോലെ ഇട്ടെടുക്കാവുന്നതാണ്. ഇതുപോലെയാണ് ബാക്ക് വശത്ത് വരുന്നത്, കണ്ടില്ലേ. ഉള്ളിൽ ഇതുപോലെയാണ് വരുന്നത്. ആ പീസ് നമ്മൾ ഉള്ളിലേക്ക് ഇട്ടെടുത്തിട്ടുണ്ട്. അവിടെ ഇപ്പോൾ ഇതുപോലെ ഓപ്പൺ വരുന്നുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ വി ഷേപ്പിലുള്ള ആ പീസും കണ്ടില്ലേ, ഈ പീസും നമ്മൾ ഉള്ളിലേക്ക് ഇട്ടെടുത്ത പീസും കൂടെ ചേർത്ത് വെച്ച്, നല്ല പീസല്ല, മെയിൻ പീസല്ല, ആ ഉള്ളിലേക്ക് ഇട്ട പീസും ആ വി ഷേപ്പിലുള്ള പീസും കൂടെ ചേർത്ത് വെച്ച് കെട്ടിട്ടൊരു സ്റ്റിച്ച് ചെയ്യണം ഇവിടെ. അതുപോലെ തന്നെ അപ്പുറത്തെ സൈഡിലെയും പോക്കറ്റിന് വെച്ച പീസും ഈ വി പീസും കൂടെ വെച്ച് കെട്ടിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്യണം. ഇവിടെ നമ്മൾ സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇവിടെയും സ്റ്റിച്ച് ഇട്ടെടുത്തു. അതുപോലെ തന്നെ ഇപ്പുറത്തെ വശത്തും സ്റ്റിച്ച് ഇട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഇപ്പോൾ ഓപ്പൺ ഇതുപോലെയാണ് വരുന്നത്. നല്ല വശം ഉള്ളിൽ ഇങ്ങനെയാണ് വരുന്നത്. അത് കറക്റ്റായിട്ടൊന്ന് ഇട്ടെടുക്കണം. ഇപ്പോൾ ഇവിടെ ഓപ്പൺ ഒരുപാട് വലുതായിരിക്കുവാണല്ലോ. നമുക്ക് ഒന്ന് ആ ഗ്യാപ്പ് കുറയ്ക്കാനായിട്ട് ഇവിടെ ഇപ്പോൾ ഒരുപാട് ഗ്യാപ്പ് വരുന്നുണ്ട്. ഇങ്ങനെ ഗ്യാപ്പ് വേണ്ട, നമ്മൾ കൈ ഉള്ളിലേക്ക് കയറ്റാനുള്ള ഒരു ഇത് മതിയല്ലോ. അതിന് നമ്മൾ എന്ത് ചെയ്യണം, ഈ താഴത്തെ പീസ്, ഈ പീസ് ഉണ്ടല്ലോ, ഇത് നമ്മൾ ഒരു 1/2 ഇഞ്ച് മുകളിലേക്ക് എന്നും പറഞ്ഞാൽ ആ മുകളിലത്തെ പീസിൻ്റെ ഒരുപാട് മുകളിലേക്കല്ല, കറക്റ്റ് ആ ഗ്യാപ്പിനോട് ചേർന്ന് ഇങ്ങനെ മുകളിലേക്ക് കയറി നിൽക്കണ്ട, കറക്റ്റ് ഇതുപോലെ വെച്ച് കൊടുത്ത് ഒന്ന് പിൻ ചെയ്തെടുക്കണം. നമുക്ക് ഇങ്ങനെ ഓപ്പൺ വേണം, നമുക്ക് മുകളിലേക്ക് വെച്ച് എടുക്കരുത്. കറക്റ്റ് 1/2 ഇഞ്ചിൽ ആ ഗ്യാപ്പിൻ്റെ അവിടേക്ക് ഇതുപോലെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ച് ഒന്ന് എടുക്കണം. ആ താഴത്തെ പീസാണ് നമ്മൾ ഇതുപോലെ വെച്ച് ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുവാണ്. അതിനുശേഷം നമുക്ക് ഇത് നല്ല വശം തിരിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇപ്പം ഇവിടെ ഇങ്ങനെയാണ് വരുന്നത്. ഈ 2 പീസോട് ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. മുകളിൽ സ്റ്റിച്ച് ചെയ്യുമ്പം ആ മുകളിലത്തെ പീസിൽ മാത്രം സ്റ്റിച്ച് വരുന്ന രീതിയിൽ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് താഴെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യേണ്ടത്. ഈ പീസ് താഴേക്ക് വരുന്ന രീതിയിൽ വെച്ച് കൊടുത്ത് വേണം സ്റ്റിച്ച് ചെയ്യാനാണ്, ആ വലിയ പീസ്.
അങ്ങനെ നമ്മളിവിടെ സ്റ്റിച്ച് എടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഇപ്പോൾ ഗ്യാപ്പ് ഇവിടെ കൂടെ കൈ ഉള്ളിലേക്ക് കയറ്റാം. രണ്ടും കൂടെ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യരുത്. മുകളിലത്തെ പീസിൻ്റെ അരികിലൂടെ സ്റ്റിച്ച് ചെയ്ത് സ്ക്വയർ ഷേപ്പിൽ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതിനുശേഷം നമുക്ക് പിന്നെല്ലാം ഊരി മാറ്റിയിട്ടുണ്ട്. ഇപ്പം ഈ പീസ് ഇങ്ങനെ താഴോട്ട് വന്നിട്ടുണ്ടല്ലോ, നമുക്കതിങ്ങനെ ആ മുകളിലത്തെ പീസിലോട്ട് ചേർത്ത് വെച്ച് 3 സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്യുക. ഇവിടെ ഫോൾഡ് വശം ആയതുകൊണ്ട് സ്റ്റിച്ച് ചെയ്യേണ്ട, അങ്ങനെ എളുപ്പത്തിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ഇതുപോലെ 3 സൈഡും ഇതിപ്പോൾ ഇങ്ങനെ നിൽക്കുവാണല്ലോ, ഈ പീസിൻ്റെ മുകളിലേക്ക് നമ്മൾ ഇതിങ്ങനെ ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചു. കറക്റ്റ് ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത് ഇങ്ങോട്ട് സ്റ്റിച്ച് ചെയ്ത്, ഇവിടെ സ്റ്റിച്ച് ചെയ്യേണ്ട. ഇങ്ങനെ ഒരു രീതിയിൽ എളുപ്പം സ്റ്റിച്ച് ചെയ്തെടുക്കാം. ബിഗിനേഴ്സിന് ഈ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ നമ്മൾ തയ്യൽ തുമ്പ് കാണാതെ സ്റ്റിച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് ഈ പീസിന് ഇങ്ങനെ വെക്കുമല്ലോ, ഇപ്പോൾ ബിഗിനേഴ്സിന് ഇതുപോലെ ഞാൻ പറഞ്ഞോട്ട് ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. അല്ലെങ്കിൽ വേറെ രീതിയിൽ സ്റ്റിച്ച് ചെയ്യാനായിട്ട് നമ്മൾ ഈ പീസിനെ ഇങ്ങനെ, ഇത് ഈ പീസിൻ്റെ ഈ സൈഡ് ഇതിൻ്റെ പുറവശത്തേക്ക് ഇങ്ങനെ വെച്ച് കൊടുത്ത് അത് സ്റ്റിച്ച് ചെയ്യുമ്പോഴേ കറക്റ്റ് നമുക്ക് മനസ്സിലാവത്തുള്ളൂ. ഇങ്ങനെ വെച്ച് അവിടെ ഒന്ന് സ്റ്റിച്ച് ഇട്ടെടുക്കണം. എങ്ങനെയാണെന്ന് ഒന്നുകൂടെ പറയാം. ഇതിപ്പം ഈ പീസിൻ്റെ ഇതിൻ്റെ ഇവിടെ ഇട്ട് ഈ പീസിൻ്റെ ബാക്ക് വശം, 2 പീസിൻ്റെയും ബാക്ക് വശം ചേരുന്ന രീതിയിൽ ഇതിൻ്റെ ഇങ്ങനെ തിരിച്ച് ഇവിടോട്ട് ഇങ്ങനെ ആ ബാക്ക് പീസിൻ്റെ അവിടേക്ക് കൊണ്ടുവച്ച് ഇങ്ങനെ സ്റ്റിച്ചിട്ടെടുക്കണം. അങ്ങനെ തന്നെ ഇവിടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമ്മളത് ഇങ്ങനെ തിരിച്ചിട്ടെടുക്കുമ്പോഴത്തേക്ക് തയ്യൽ ഉള്ളിലായിട്ട് പോകുന്നതാണ്. അവിടുത്തെ മുകളിലത്തെ കണ്ടില്ലേ? ഇപ്പോൾ ഇവിടെ നമ്മൾ തയ്യൽ തുമ്പ് കാണാൻ പറ്റത്തില്ല, ഉള്ളിലേക്ക് പോയേക്കുവാണ്. ഇത് കുറച്ച് പാടാണ്, അതുകൊണ്ട് മറ്റേ രീതിയിലും നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നതാണ്. ബിഗിനേഴ്സിന് വളരെ എളുപ്പത്തിൽ മറ്റേ രീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതിന് ശേഷം ഇനി 2 സൈഡ് സ്റ്റിച്ച് ചെയ്യണമല്ലോ. ഇവിടെ ഇപ്പോൾ തയ്യൽ തുമ്പ് ഉള്ളിലാണ്, കണ്ടില്ലേ? പുറമേ കാണുന്നില്ല. ഇനി നമുക്ക് ഈ 2 സൈഡും സ്റ്റിച്ച് ചെയ്യണം. അതിനായിട്ട് നമുക്ക് ഈ സൈഡ് കറക്റ്റ് ഉള്ളിലേക്ക് 2 വശവും ഒന്ന് ഫോൾഡ് ചെയ്ത് ഉള്ളിലേക്ക് കറക്റ്റായിട്ട് ഫോൾഡ് ചെയ്തതിന് ശേഷം സ്റ്റിച്ചിട്ടെടുക്കുക. കറക്റ്റായിട്ട് ഇങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ച് 2 പീസും കറക്റ്റായിട്ട് ഉള്ളിലേക്ക് ഫോൾഡ് ചെയ്ത് വെച്ച് കൊടുത്ത് സ്റ്റിച്ചിട്ടെടുക്കുക. അതുപോലെ തന്നെ എപ്പുറത്തെ വശവും. അങ്ങനെ ഞാനിവിടെ സ്റ്റിച്ചിട്ടെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ? ഇവിടെ ഉള്ളിലേക്ക് ഫോൾഡ്, ഇവിടെ നമുക്ക് സ്റ്റിച്ചിടണ്ട താഴ്വശത്ത്. അപ്പോൾ ഇവിടെ തയ്യൽ തുമ്പൊന്നും കാണത്തില്ല. ഇവിടെ തുണിയുടെ നല്ല വശം ഇങ്ങനെയാണ് വരുന്നത്. അങ്ങനെ നമ്മളിവിടെ പോക്കറ്റെല്ലാം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെയാണ് വരുന്നത്. നമ്മൾ ഈ കോട്ടിൻ്റെ സ്റ്റിച്ചിങ് നെക്കെല്ലാം സ്റ്റിച്ച് ചെയ്യുന്ന ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. സ്റ്റിച്ചിങ് വേണമെന്നവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സ്റ്റിച്ചിങ്ങായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ചുരിദാറിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് എല്ലാം ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ.